ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഗോവയുടെ രണ്ടാം ദിവസമാണ്. താമസിക്കുന്ന ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ തന്നെ ബൈക്കിന് റെൻറ്റിന് എടുക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. അവരിന്ന് ബസ്സിന് ഒരു ദിവസത്തേക്ക് 500 രൂപയാണ്. അങ്ങനെ 2 ദിവസത്തേക്ക് 1000 രൂപ കൊടുത്ത് ഞങ്ങൾ വണ്ടി എടുത്തു. എക്സ്ട്രാ 500 കൂടെ അവർ നമ്മളിൽ നിന്ന് മേടിക്കും. കാര്യം വണ്ടിക്ക് തട്ടവും മുട്ടും ഉണ്ടെങ്കിൽ ആ 500 നമുക്ക് കിട്ടാൻ പോകുന്നില്ല. അങ്ങനെ വണ്ടിയൊക്കെ എടുത്ത് ഞങ്ങൾ നോക്കിയപ്പോൾ വണ്ടിയിൽ പെട്രോൾ ഇല്ല. തൊട്ടടുത്ത് പമ്പുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അടുത്തുണ്ടെന്നും പറഞ്ഞാണ് ഞങ്ങൾ വന്നത്. ഏതാണ്ട് 4 കിലോമീറ്ററോളം വന്നതിന് ശേഷമാണ് ഞങ്ങൾക്ക് പമ്പ് കിട്ടിയത്. എന്നിട്ട് ഞങ്ങൾ നേരെ വച്ച് വിട്ടത് അടുത്തൊരു ബീച്ചിലോട്ടാണ്. പലോലം ബീച്ചാണ്. പലോലം ബീച്ചിൽ പോയി കഴിഞ്ഞാൽ അവിടുന്ന് തന്നെ പിന്നെ ബട്ടർഫ്ലൈ ബീച്ച് അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാം പ്ലാൻ ചെയ്താണ് ഞങ്ങൾ പോയത്. അവിടെ പോയിട്ട് പിന്നെ ഫുഡൊക്കെ അവിടുന്ന് കഴിക്കാന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്ത് ഞങ്ങൾ ഏതാണ്ട് ഒരു 16 കിലോമീറ്ററോളം ഉണ്ട് കേട്ടോ ട്രാവൽ ചെയ്യാൻ. അങ്ങനെ ഞങ്ങൾ ഈ സ്കൂട്ടറിൽ 16 കിലോമീറ്ററോളം പോയി അവസാനം എത്താറായെന്ന് മനസ്സിലായത് ഈ സൈഡിലുള്ള കടകൾ കണ്ടപ്പോഴാണ്. കാര്യം നമ്മളവിടെ ഇവിടെയൊക്കെ പോലെ തന്നെയാണ്. ബീച്ചിൻ്റെ സൈഡാകുമ്പോൾ ഒരുപാട് കടകൾ കാണാം. നമ്മൾ കോവളത്തും വർക്കലയൊക്കെ അതേപോലെയാണ് എനിക്ക് മനസ്സിലായി നമ്മൾ എത്താറായെന്നുള്ളത്. അതുമാത്രം കടകളുണ്ടായിരുന്നു ഇവിടെ. കൂടുതലും ഡ്രസ്സസും പിന്നെ ഈ കാഷ്യൂ നട്ടിൻ്റെയൊക്കെ കടകളായിരുന്നു കൂടുതലിവിടെ ഉണ്ടായിരുന്നത്. പിന്നെ ഈ മാഗ്നറ്റ് ഉണ്ട് നമ്മൾ ഫ്രിഡ്ജിലൊക്കെ ഒട്ടിക്കുന്നത്, അങ്ങനത്തെ മാഗ്നറ്റിൻ്റെ ഷോപ്പുകളും ഉണ്ട് കേട്ടോ. പിന്നെ ബീച്ച് സൈഡിൽ നിന്ന് ആ മാഗ്നറ്റ് വാങ്ങണമെങ്കിൽ 100 റുപ്പീസ്, അല്ലാതെ അതിന് മുമ്പായിട്ടുള്ള കടകളിൽ നിന്നൊക്കെ മേടിക്കുകയാണെങ്കിൽ 50 റുപ്പീസിനൊക്കെ ആ സാധനം കിട്ടും. ഞാൻ 50 റുപ്പീസിനാണ് ആ ഒരു മാഗ്നറ്റ് മേടിച്ചിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ നേരെ ബീച്ചിലോട്ട് എത്തി. പിന്നെ ചേട്ടൻ വണ്ടി പാർക്ക് ചെയ്യാൻ പോയിരിക്കുകയായിരുന്നു. വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങൾ നേരെ ബീച്ചിലോട്ട് ഇറങ്ങി. ബീച്ചിലോട്ട് ഇറങ്ങിയപ്പോൾ ഇതേപോലത്തെ കുറച്ച് ചേട്ടന്മാർ നിൽപ്പുണ്ടായിരുന്നു. അവർ നിൽക്കുന്നത് വേറെ ഒന്നും കണ്ടില്ല, നമുക്കൊരു ബോട്ട് റൈഡ് അവർ തരും. പെർ ഹെഡ് 800 രൂപയാണ്. പക്ഷേ ഞങ്ങൾക്ക് അവർ 500 രൂപ ഇട്ട് തന്നു. കാരണം ഞങ്ങൾ ആദ്യം വേണ്ടാന്ന് പറഞ്ഞതുകൊണ്ട് അവർ നമുക്ക് 500 തൊട്ട് രണ്ടുപേരും കൂടെ 1000 രൂപയ്ക്കാണ്. കുറച്ച് സ്ഥലമാണ് കേട്ടോ, മങ്കി ഐലൻഡ്, ടോട്ടോയിസ് റോക്ക്, ഇവരെ നമുക്ക് ബട്ടർഫ്ലൈ ബീച്ചിലോട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളും വിചാരിച്ചു പിന്നെ അതിലോട്ടുള്ള യാത്ര വീണ്ടും ലാഭകരമായില്ലേ, ഞങ്ങൾക്ക് വഴി അറിയാണ്ട് ഞങ്ങളോട് ചുറ്റേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു ഓക്കെ എന്നാൽ ഡണ്ണെന്ന് പറഞ്ഞ് ഞങ്ങൾ 1000 റുപ്പീസൊക്കെ പേ ചെയ്തു. അപ്പോൾ ആദ്യത്തെ ഒരു ബോട്ട് ആളായി. അങ്ങനെ രണ്ടാമത്തെ ഒരു ബോട്ടിനോട് ഞങ്ങൾ വെയിറ്റ് ചെയ്തു. ഇതാ എത്തി ഞങ്ങളുടെ ബോട്ട്. ബോട്ട് വന്നപ്പോൾ ഞങ്ങൾ മാത്രമല്ല വേറെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ മാത്രമേ പക്ഷേ മലയാളികളായിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇവരിങ്ങനെ ഒരു ലാഡർ തരും കേട്ടോ. ആ ലാഡറിൽ ചവിട്ടിയാണ് നമ്മൾ ബോട്ടിനകത്തോട്ട് കയറാനുള്ളത്. പിന്നെ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് കടലിലൂടെ ഒരു യാത്ര ചെയ്യുന്നത്. തൊട്ടടുത്ത് കന്യാകുമാരി ഉണ്ടായിട്ട് പോലും ഞാൻ കടലിൽ പോയിട്ടുണ്ട്. എന്നാലും നമ്മൾ ബീച്ചിലൊക്കെ പോയിട്ട് വരത്തേ ഉള്ളൂ. ബോട്ടിലൂടെ ഇങ്ങനെ സർവീസ് അങ്ങനെ പോയിട്ടൊന്നുമില്ല. അതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ സത്യം പറഞ്ഞാൽ ഞാനിവിടെ വന്നത് തന്നെ. അപ്പോൾ അതൊക്കെ എനിക്ക് നല്ലൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല നീല കടലല്ലേ. ഇങ്ങോട്ടുണ്ടോന്ന് പിന്നെ പച്ച കളറായി. പിന്നെ ഫസ്റ്റ് നമ്മൾ കണ്ടത് ദാ ഈ മങ്കി ഐലൻഡാണ്. എന്തുകൊണ്ടാണ് ഇവിടെ മങ്കി ഐലൻഡ് എന്ന പേര് വന്നതെന്ന് നമുക്കറിയത്തില്ല. അത് അവരോട് ഞങ്ങൾ ചോദിച്ചപ്പോഴും അവരും പറഞ്ഞു പണ്ട് തൊട്ടേ മങ്കി ഐലൻഡ് എന്ന് പറയുന്നു. എന്താണെന്ന് അറിയത്തില്ല. ചിലപ്പോൾ പണ്ടൊക്കെ ഇവിടെ മങ്കീസ് എങ്ങാനും ഉണ്ടായിരിക്കാം. എന്താണെന്ന് നമുക്കറിയത്തില്ല. അതിനുശേഷം നമ്മൾ രണ്ടാമത്തെ സ്ഥലമായ ടോട്ടോയിസ് റോക്കിലോട്ട് വരെ നമ്മൾ കൊണ്ടുപോയി. നല്ല രസമായിരുന്നു. ഇതിനെ കണ്ടാൽ തന്നെ നമുക്കറിയാമല്ലോ, ഒരു ആമയുടെ ഷേപ്പിലല്ലേ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് പ്രത്യേകിച്ചൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. കണ്ടാൽ തന്നെ നല്ല ഒരു ക്യൂട്ട് ആമ, അവിടെ വലിയൊരു ആമ നിൽക്കും പോലെ നമുക്ക് തോന്നുകയില്ലേ. അത്രയ്ക്ക് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അതിനുശേഷം ഞങ്ങൾ നേരെ പോയത് ഗോവയുടെ ഒരു സീക്രട്ട് പാരഡൈസിലോട്ടാണ്. അതെ, നമ്മുടെ ബട്ടർഫ്ലൈ ബീച്ചിലോട്ട്. ഈ ബീച്ചിനെ എന്തുകൊണ്ടാണ് സീക്രട്ട് പാരഡൈസ് എന്ന് പറയണമെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം എന്ന് വെച്ചാൽ ഇത്രയും സൈലൻ്റ് ആയിട്ടൊരു ബീച്ച് അത് നമ്മുടെ ഈ ഗോവയിലുണ്ടെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല. പിന്നെ ഈ 2 മലകളാണ് ട്ടോ ഇവർ ഈ ബട്ടർഫ്ലൈയുടെ വിങ്സ് ആയിട്ട് കരുതിയിട്ട് ബട്ടർഫ്ലൈ ബീച്ച് എന്ന് പറയുന്നത്. അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു. എന്നാൽ എല്ലാം ഭയങ്കര സൈലൻ്റ് ആയിരുന്നു. കുഞ്ഞുങ്ങളെയും കൊണ്ടൊക്കെ ഇവിടെ വരാൻ നല്ലതാണ്. കാര്യം വെച്ചാൽ അധികം തിരയൊന്നുമില്ല, അധികം ആൾക്കാരും ഇല്ല. നല്ല ക്ലീനാണ്, നല്ല പച്ച കളർ, നല്ല ക്ലീൻ വാട്ടറാണ് കേട്ടോ. അതാണ് ഏറ്റവും പറയാനുള്ളത്. നമുക്ക് ആ പാറയുടെ സൈഡിലൊക്കെ പോയി നിന്ന് ഫോട്ടോ എടുക്കാം. ഞാൻ ദാ 2 ഫോട്ടോസ് എടുത്തിട്ടുണ്ട് ബട്ടർഫ്ലൈയുടെ വിങ്സൊക്കെ വെച്ചിട്ട്. എങ്ങനെയുണ്ട്? അതിനുശേഷം ദേ ഇതേപോലെ ബോട്ടുകൾ വീണ്ടും കരയിലോട്ട് വരും നമ്മളെ കൂട്ടിക്കൊണ്ട് പോവാൻ. ഏതാണ്ട് ഒരു 3/4 മണിക്കൂറോളം നമുക്ക് ബട്ടർഫ്ലൈ ബീച്ചിൽ തന്നെ നിൽക്കാൻ പറ്റും. അതിനുശേഷം നമുക്ക് നമ്മുടെ പോയല്ലേ പറ്റുള്ളൂ. ഇത് പക്ഷേ വേറെ ആരോ പിക്ക് ചെയ്യാൻ വന്ന ബോട്ടാണ് കേട്ടോ. പിന്നെ ഞാൻ അവിടുന്ന് കുറച്ച് വീഡിയോസും കൂടെ എടുത്തു. ബീച്ച് ഇതാണ്. അവിടുന്ന് തൊട്ട് ബാക്കിലായിട്ട് നമുക്ക് നമ്മുടെ ബട്ടർഫ്ലൈയുടെ വിങ്സ് ഉള്ള നമ്മുടെ 2 മലകൾ കാണാം. ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ബട്ടർഫ്ലൈ ബീച്ചിനോട് ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ തിരികെയായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ.
എന്തുകൊണ്ട് ഇന്നത്തെ ഒരു ദിവസം തന്നെ എനിക്ക് അടിപൊളിയായിരുന്നു. പക്ഷെ നല്ല വിശപ്പുണ്ട് കേട്ടോ. ഞങ്ങളൊരു കുപ്പി വെള്ളമൊക്കെ ആയിട്ടാണ് വന്നത്. കാര്യം ഇവിടെയെങ്ങും വേറെ കടകളൊന്നും ഇല്ലല്ലോ. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഞങ്ങൾ ദാ ഡോൾഫിനെ കണ്ടു കേട്ടോ. ഈ ടൈമിൽ ഡോൾഫിനെ അവിടെ കാണാൻ കഴിയാത്തതാണ്. പക്ഷെ ഞങ്ങൾക്ക് എന്തോ ഭാഗ്യം ഡോൾഫിനെ കണ്ടു. ഞാൻ പെട്ടെന്ന് തന്നെ ഫോണൊക്കെ എടുത്ത് അങ്ങ് സൂം ചെയ്തൊക്കെ നോക്കുവാണ്. കേട്ടോ നല്ല രസമുണ്ടല്ലേ. ഇത് കാണാൻ പറ്റി നല്ലൊരു ഭാഗ്യമായിട്ട് ഞങ്ങൾ കരുതുന്നു കേട്ടോ. കാര്യം ഇവിടെ വന്നിട്ട് ഇത് കാണാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമമായി പോയേനെ. അതിനുശേഷം ഞങ്ങൾ തിരികെ കരയിലോട്ടെത്തി. കരയിലെത്തിയപ്പോൾ ഏതാണ്ട് 1:30 പിന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. കാര്യം ഞങ്ങൾ രാവിലെ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങിയതാണ്. പിന്നെ ഒന്നും കഴിച്ചില്ല. പിന്നെ പോകുന്ന വഴിക്ക് തന്നെ ഞങ്ങളൊരു ഹോട്ടലിൽ കയറി ഒരു നോർമൽ താലി മീൽസ് മേടിച്ചു. അതിൻ്റെ കൂടെ മീനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി മീൻ കറിയൊക്കെ ആയിരുന്നു. ഈ ഹോട്ടലിൻ്റെ റിവ്യൂ ഞാൻ ഇടാമേ. ഡീറ്റെയിൽ വീഡിയോസ് ഞാൻ ഇടാം. എവിടെയാണ് സ്ഥലം എന്നുള്ളത് ഞാൻ ഇടാമേ. ഇതൊരു അടിപൊളി ഫുഡൊക്കെ ആയിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.